വർഷങ്ങൾക്ക് മുൻപ് ഫുട്ബോൾ ഇതിഹാസമായിരുന്ന മറഡോണയെ കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ്. ഇപ്പോൾ അതേപോലെ തന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ആവേശകരം പറയുന്നത് മെസ്സി വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ബോച്ച് എങ്ങനെയാണ് നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് വർഷങ്ങൾ മുമ്പ് മറഡോണ നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ദുബായിൽ വെച്ച് ഞാൻ ദുബായിൽ നിന്ന് അർജന്റീന മെസ്സിൻ്റെ അടുത്ത് അവിടെ വീട്ടിൽ പോയി കണ്ട് പുള്ളിയൊക്കെ ആയിട്ട് സംസാരിച്ചു. ഒപ്പിട്ട് തന്ന ബനിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. അന്ന് മെസ്സിയും കൂടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ മറഡോണയ്ക്കൊപ്പം പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം സെറ്റായ സമയത്താണ് മറഡോണയും മെസ്സിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, മീഡിയയിലൊക്കെ വന്ന്. അതുകൊണ്ട് തൽക്കാലം ആ സമയത്ത് പിന്നെ മെസ്സി ബ്രാൻഡ് അംബാസിഡർ ആക്കിയില്ല. തീർച്ചയായിട്ടും വരുന്നുണ്ട്, കാണുന്നുണ്ട്. വലിയൊരു സന്തോഷമാണ് കേരളത്തിലേക്ക് മറഡോണയ്ക്ക് ശേഷം മെസ്സിയും എത്തുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് ആരാധകർ മെസ്സിയുടെ കാത്തിരിക്കുകയാണ്, മറഡോണയുടെ ഒക്കെ. അതെനിക്കറിയില്ല, സാമ്പത്തികം ടിക്കറ്റ് ഒക്കെ എന്നുള്ളത്. ഞാൻ മറഡോണയെ കൊടുത്തത് എല്ലാവർക്കും സൗജന്യമായിട്ട് കാണാനായിരുന്നു. ആരെയിൽ നിന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഓരോരുത്തരും സംഘടനകളോ ഇറ്റ്സ് നോട്ട് മൈ ഏരിയ ടു ടോക്ക് അബൌട്ട്.